اللهم بارك على محمد وعلى آل محمد كما باركت على اللهم هذه دعوة التامة والصلاة القائمة وأنت من وسيلة الفضل محمد الذي بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. പ്രിയമുള്ള സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇവിടേക്ക് കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ്. പ്രവാചകൻ 2 ദിവസം ഇത് ആവർത്തിക്കപ്പെടുമ്പോഴും പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് മദീനയിലുള്ള അൻസാരിയായ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് കടന്നു വന്നത്. അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മനസ്സിലാക്കിയ സഹാബത്ത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും കർമ്മങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം 3 ദിവസം ആ മനുഷ്യന്റെ കൂടെ കഴിഞ്ഞുകൂടിയെങ്കിലും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുമുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു കർമ്മവും കാണാൻ സാധ്യമായിട്ടില്ല. അങ്ങനെ തിരിച്ച് അദ്ദേഹം പോവുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് അൻസാരിയായ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ താങ്കൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്തെങ്കിലും പ്രത്യേകമായ കർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഫർള് ഇബാദത്തുകൾ, നിസ്കാരം അടക്കമുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്നു. അതിനപ്പുറത്ത് ചില സന്ദർഭങ്ങളിൽ റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്നതിനപ്പുറത്ത്
പ്രത്യേകമായി കൊണ്ടുള്ള കർമ്മങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലല്ല എന്ന് ആ സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എന്നാൽ ഞാൻ കിടന്നു ഉറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എല്ലാ മനുഷ്യരോടും ഏതെങ്കിലും ആൾക്കെന്നോട് വെറുപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പിനെ മുഴുവനും ഒഴിവാക്കിയിട്ട് എല്ലാവരോടും സ്നേഹമുള്ള ഒരു മനസ്സോടു കൂടിയാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വാചകം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ഒരുപാട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നുള്ളതും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപകൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിലും ശരി, നമുക്ക് ഈ ഒരു ഗുണം നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിന് അവകാശിയാകുന്നത്. നിസ്കരിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പ്രയാസമുള്ള കാര്യമല്ല. നോമ്പ് നോൽക്കൽ പ്രയാസമാണെന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ വരെ പറയുകയില്ല, സംശയമൊന്നുമില്ല. പക്ഷേ ആരോടും വെറുപ്പില്ലാത്ത മനസ്സുമായി കിടന്നുറങ്ങാന്ന് പറയുന്നത് അത് പ്രയാസമുള്ള കാര്യമാണ്. അത് നിസ്കരിക്കുന്ന ആളുകൾക്ക് പോലും, ഇബാദത്തുകൾ നിർവഹിക്കുന്നവർക്ക് പോലും അത് സാധ്യമാകാതെ പോകുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ്, യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതെ സ്വർഗപ്രവേശനത്തിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരില്ല. എന്ത് തന്നെ പറയുകയാണെങ്കിലും അതിനൊരു പ്രയാസമുണ്ട്. നമ്മൾ എളുപ്പമുള്ളതായിരിക്കും, പക്ഷേ അതിനൊരു പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോടും വെറുപ്പില്ലാത്ത മനസ്സിന്റെ ഉടമകളാവുക എന്നുള്ളത്. ഞാൻ ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, റമദാൻ 15 അവസാനിച്ചിട്ടുണ്ടല്ലോ, റമദാൻ പകുതിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായ സമയമാണ്. റമദാനിന്റെ ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എന്താണ്? റമദാനിലേക്ക് ജീവിക്കുവാനുള്ള തൗഫീഖിന് അള്ളാഹു തന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അത് നീങ്ങിപ്പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനക്ക്, മലക്കുകളിലെ ഏറ്റവും പ്രധാനിയുടെ പ്രാർത്ഥനക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. റമദാൻ 15 നമ്മൾ മിണ്ടാതിരുന്ന, പിണക്കമുള്ള ഏതെങ്കിലും മനുഷ്യനുമായി പിണക്കം മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേപോലെ നമ്മുടെ ആ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ അടുപ്പമുണ്ടാക്കാൻ ഈ റമദാൻ ദിനങ്ങൾ നമുക്ക് സാധ്യമായോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തിനേറെ നമ്മുടെ മാതാപിതാക്കളോട് പോലും നമ്മൾ ഇപ്പോഴും പെരുന്നാളാവാൻ കാത്തിക്കാണ്. പെരുന്നാളിന് വേണം വാപ്പാനൊന്ന് കെട്ടിപ്പിടിക്കാൻ, ഉമ്മയെ ഒന്ന് സന്ദർശിക്കാൻ, ഉമ്മയോടൊന്ന് വർത്തമാനം പറയാൻ എന്ന് വിചാരിച്ചാൽ നമ്മൾ നടക്കുന്നത്. അവിടേക്കുള്ള ആയുസ് പടച്ചം തരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. റമദാനിന്റെ ആദ്യ ദിനങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ റമദാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണ്. ഇതിന്റെ അവസാനത്തെ ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരയും തലയും മുറുക്കിക്കൊണ്ട് പണിയെടുക്കാറുണ്ടായിരുന്ന സന്ദർഭമാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനത്തിൽ പണിയെടുക്കുന്നത് പോലെ ആ 10 ദിവസം റമദാന്റെ സുദിനത്തിൽ അള്ളാഹു റസൂൽ പണിയെടുക്കുന്നത് പോലെ വേറെ ഒരു സമയത്തും പ്രവാചകൻ അധ്വാനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ കുഴഞ്ഞിട്ടുണ്ട് അല്ലെ. ഖുർആൻ ഓത്തിനൊക്കെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 1-2 ദിവസമൊക്കെ 2-3 ജുസ് ഓതിയ മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഖുർആൻ തന്നെ തുറക്കാൻ തന്നെ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അവസാനമാകുമ്പോഴേക്കിനും ആ റമദാൻ എന്ന് പറയുന്ന ഈ ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിൽ കർമ്മങ്ങളെ കൊണ്ട് നിരതമാകേണ്ട മാസത്തിന്റെ ആവേശത്തെ നഷ്ടപ്പെട്ടുകൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് അവസാനങ്ങൾ കടന്നു വരാറുണ്ട് എങ്കിൽ അറിയുക, അത് അപകടമാണ്. നമ്മൾ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരയും തലയും മുറുക്കി ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖൽ അഹ്ലഹു. കുടുംബത്തെ വിളിച്ചു നിർത്തും. എന്തിനാ വിളിച്ചു നടത്തുന്നത്? അങ്ങാടിയിലൂടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനല്ല.
അല്ലേ? മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ നിസ്കാരം കഴിഞ്ഞ് ബീച്ചിൽ പോയിട്ട് അവിടെ പോയിട്ട് മാങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകളോ കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിനെ പ്രത്യേകം പറയാണ്, കുടുംബത്തിന് എന്താക്കിയിട്ടുണ്ട്, വിളിച്ചു നിർത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരോടും ഇബാദത്തുകൾ മുഴുകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ ഏറ്റവും നന്നായ രൂപത്തിൽ ഉണ്ടാകണം, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ തീർക്കണം. പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വാചകം, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ, അല്ലാഹുവേ സകല കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നന്നാക്കണമെന്ന്. നോമ്പിൽ അവസാനമുണ്ടല്ലോ, അത് പ്രത്യേകം പരിഗണിക്കണം. അവിടെയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമുക്ക് പരാജയം സംഭവിക്കാൻ പാടില്ല. ആദ്യത്തിലൊക്കെ നല്ല ഉഷാറായിരിക്കും, പക്ഷെ അവസാനത്തിലേക്ക് അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അത് അപകടമുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നുണ്ട്. പ്രവാചകന്റെ മറ്റൊരു സുദീർഘമായ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ പറയുന്ന വാചകമുണ്ട്, വഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, നിശ്ചയമായും കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്, അവസാനത്തിലാണെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് ആ ഒരു കർമ്മമാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തെ സുദിനങ്ങളെ നമ്മൾ പ്രത്യേകമായി കുടുംബസമേതം നമ്മൾ ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ മക്കൾ വേണം, നമ്മുടെ ഇണകൾ വേണം, നമ്മുടെ സഹോദരങ്ങൾ വേണം, നമ്മുടെ കഴിയുമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം തന്നെ നമുക്ക് സജീവമാക്കാൻ വേണ്ടി സാധിക്കുന്നവരെ, ആരോഗ്യമുള്ളവരെ നമ്മൾ എന്താവണം, അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ, അതിനുവേണ്ടി ചിലപ്പോൾ ത്യാഗം സഹിക്കേണ്ടി വരും, അല്ലെ? ഉമ്മാൻ ഒരു പ്രാവശ്യം കൊണ്ടുവന്നാക്കേണ്ടി വരും, പിന്നേക്കും വാപ്പാനെ കൊണ്ടുവരേണ്ടി വരിക, പിന്നെ എനിക്ക് ഇണയെ കൊണ്ടുവരേണ്ടി വരിക, ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ട് വരേണ്ടി വരാം. ചിലർക്ക് അങ്ങനെ വരേണ്ടി വരും, അല്ലെ? കാറ് ചിലപ്പോൾ നമുക്ക് നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പറയും, നിങ്ങൾ ഇവിടെ ഇരുന്നോളി, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയുന്നിടത്താണ് ഉള്ളതെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഈ സന്ദർഭത്തിൽ അല്ലാഹു നൽകിയ ആയുസ്സുണ്ടല്ലോ, അത് അടുത്ത സമയത്തേക്ക്, അടുത്ത നിമിഷത്തിലേക്ക് നമ്മുടെ ഈ ആരോഗ്യം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എത്രയോ ആളുകൾ റമളാനിന്റെ ആദ്യത്തിൽ പള്ളിയിലേക്ക് വന്നവർക്ക് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സന്ദർഭത്തിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, കാനൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫി കുല്ലി റമളാൻ 10 അയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ 10 ദിവസം, റമളാനിന്റെ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫലമ്മ കാനൽ ആമുൽ ലദീ ഖുബിള ഫീ ഇഅ്തകഫ 20 യൗമ. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു വർഷം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ ഹദീസ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറാൻ പാടില്ല. കാരണം എന്താ അറിയോ, അള്ളാഹുവിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെടുന്നത് റമളാൻ നഷ്ടപ്പെട്ടു പോകുന്നവർക്കാണ്. റമളാൻ കിട്ടിയിട്ടില്ല എന്ന തോന്നലുള്ളവർക്കാണ് എന്ത്, ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിഷിദ്ധമാകട്ടെ എന്ന്. നമ്മൾ ആലോചിക്കി, ആ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും വിജയിക്കാൻ പറ്റുക? അത് നമുക്ക് ഉറപ്പ് വരുത്താൻ, നമുക്ക് റമളാൻ നമുക്ക് ലഭ്യമാകും എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ, നമുക്കെങ്കിലും ഉറപ്പ് വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ത്, റമളാനിന്റെ അവസാനത്തെ 10 ഇബാദത്തുകൾ സജീവാക്കാം. നോമ്പ് തുറയിൽ സജീവമാക്കേണ്ട സമയമൊന്നല്ലാതെ, നോമ്പ് തുറകൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് പോയിട്ട് കൊണ്ട് സജീവമാക്കേണ്ടുന്ന സന്ദർഭമല്ല അവസാനത്തെ 10 എന്ന് പറയുന്നത്. അതേപോലെ അങ്ങാടിയിൽ ഇറങ്ങിക്കൊണ്ട് ചുറ്റി നടക്കേണ്ട സന്ദർഭവുമല്ല. വലിയ സങ്കടമുള്ള കാര്യമാണ്. നമ്മളൊക്കെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആരെങ്കിലും ഇനി വസ്ത്രങ്ങൾ എടുക്കാത്തതുണ്ട് എങ്കിൽ, വേറെ എന്തെങ്കിലും ഒരുക്കങ്ങൾ നടത്താത്തവരുണ്ട് എങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള ഈ 1-2 ദിവസങ്ങളെ കൊണ്ട് തന്നെ പൂർത്തീകരിച്ച് ഈ അവസാനത്തെ 10 ഞാൻ ഉപയോഗപ്പെടുത്തും, ഞാനും എൻ്റെ കുടുംബവും ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യത്തിലും രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അവസാനത്തെ 10 ആകുമ്പോൾ കുട്ടികള് തറാവീഹ് എന്നും പറഞ്ഞ് വരുന്നുണ്ട്, ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുട്ടികൾ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും കാര്യമായിട്ടില്ല. എങ്കിലും അവരോട്
പള്ളിയുടെ അദബ് പറഞ്ഞു കൊടുക്കുകയും പള്ളിയും പരിസരവും എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് ഏറെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ഇബാദത്ത് ചെയ്യുന്നവർക്ക് പ്രയാസകരമാകുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടലുകളും ഉണ്ടാവാതിരിക്കുകയും ചെയ്യണമെന്നൊക്കെ രക്ഷിതാക്കൾ തന്നെ എന്താവുക, അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇവിടെ നിന്ന് ഹുതുബ പറയുന്ന ആളോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളോ മൈക്കെടുത്തിട്ട് കുട്ടികളൊക്കെ പെരുഞ്ചാതി കളിയാണ്, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് രക്ഷിതാക്കളെ ചീത്ത പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കുട്ടികളാണ്, ചെറിയ ചെറിയ കളികളൊക്കെ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതും സാധ്യമല്ലല്ലോ. നമ്മളൊന്നും ഒരു പക്ഷേ ആ ഒരു പ്രായത്തിൽ പള്ളിയോട് പോലും അടുക്കാത്ത മനുഷ്യന്മാരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. എങ്കിലും അവർ ആ ഒരു നന്മ കാണിക്കുന്നുണ്ടെങ്കിൽ ആ അദബ് കൂടി നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. മക്കളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ഈ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ കളികളെ കൊണ്ടല്ല സജീവമാക്കേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ സജീവമാക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ അവസാനത്തെ 10 ഇത്രയേറെ ഗൗരവത്തോടു കൂടി പ്രവാചകൻ എടുത്തതെന്ന് ചോദിച്ചതിന് ഉത്തരം നമുക്കൊക്കെ അറിയാം. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ 1-ാം ആകാശത്തേക്ക് പൂർണ്ണമായും ഇറങ്ങിയ ആ ഒരു രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞത് ആതാക്കും റമളാൻ ഷഹ്റുൻ മുബാറകുൻ, നിങ്ങൾക്കിതാ അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. ഫീഹി ലൈലത്തുൻ, അതിലൊരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ദിവസമാണത്. നമുക്കറിയാം ആ ഒരു ദിവസത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അവസാനത്തെ 10 പ്രവാചകൻ അറിയാമായിരുന്നു, പ്രവാചകന് അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. പക്ഷേ ഇന്നി ഉരീതു ലൈലത്തുൽ ഖദരി സുമ്മ ഉൻസിതുഹാ, എനിക്ക് ലൈലത്തുൽ ഖദർ കാണിക്കപ്പെട്ടിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ ഫിൽ വതർ, നിങ്ങൾ എന്താവണം, അവസാനത്തെ 10 ഒന്നിടവിട്ട ദിവസങ്ങളിൽ, ഒറ്റയിട്ട ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി ഗൗരവത്തോടു കൂടി തന്നെ ഒരു മാനസികമായ ഒരു ഒരുക്കം നടത്തിയിട്ട് മഗ്‌രിബോടുകൂടി നമുക്ക് പല രൂപത്തിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ പറ്റുമല്ലോ. നമുക്ക് പൂർണ്ണമായും ഇരിക്കുവാൻ സാധ്യമാകുന്നവരുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കുടുംബത്തോടൊപ്പം സാധ്യമാകുമെങ്കിൽ അത് വേണം. അതേപോലെ അതല്ലെങ്കിൽ നമുക്ക് മഗ്‌രിബ് മുതൽ രാവിലെ വരെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയും സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ഇത്തിക്കാഫ് ആവണം. ഇത്തിക്കാഫ് എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്നിരിക്കുക, പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരിക, പിന്നീട് പള്ളിയിൽ നിന്ന് വർത്താനം പറയാ, പുറത്തേക്ക് ഇറങ്ങി വർത്താനം പറയാ, അങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പായും തലയണായിട്ട് വരിക, അതൊന്നും ഇത്തിക്കാഫിൽ പെടൂല. ഇത്തിക്കാഫ് എന്ന് പറയുന്നത് ഇവിടെ പള്ളിക്കുള്ളിൽ വന്നിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെയുള്ള ദീനീപരമായ കാര്യങ്ങളെ കുറിച്ച് വേണമെങ്കിൽ പിന്നെ അതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. അവനവൻ ഖുർആൻ പാരായണവും പഠനവുമായിട്ട് തന്നെയാണ് എന്താവേണ്ടത്, ഇത്തിക്കാഫ് ഇരിക്കേണ്ടത്. അല്ലാതെ ഇത്തിക്കാഫിന് 4 മണിക്കൂർ ഖുർആൻ ക്ലാസ് എടുത്ത് കൊടുക്കലോ അതൊന്നും ആവശ്യമുള്ള സംഗതിയൊന്നുമല്ല. നമ്മൾ അവനവൻ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതലായി അള്ളാഹുവുമായി അടുക്കുക എന്നുള്ളതാണ്. ആ ഇരിക്കുന്നതിനിടയിൽ, ഖുർആൻ വായിക്കുന്നതിനിടയിലുള്ള മയക്കം, അത് മാത്രമാണ് ഇത്തിക്കാഫ് ഇരിക്കുന്നവന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ AC കെട്ടിട്ട് നല്ല ഉഷാറായിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇനി എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്, അതിന് നമ്മൾ ആരും ഇത്തിക്കാഫിന് ഗണത്തിൽ പെടുത്തേണ്ടതില്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിനത്തിൽ നമ്മോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, അധികരിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത്. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനും മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് എന്ത് വേണം, നീ എനിക്ക് പുറത്തു തരണേ എന്നുള്ളത് ഹൃദയം അറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, റബ്ബേ അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണം. എൻ്റെ ഇടപെടലുകളിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ആർക്കോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ എന്നുള്ള പ്രാർത്ഥന
ഈ സമയത്ത് നമ്മൾ അധികരിപ്പിക്കണം എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകമായി കൊണ്ട് തന്നെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ആദ്യം ഓതി വെച്ച വാചകം അത് ഏറെ ഗൗരവമുള്ളതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിരുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക തങ്ങളുടെ ആത്മാക്കളോട് അതിര് കവിഞ്ഞു പോയിട്ടുള്ള അടിയാന്മാരോട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല. തെറ്റുകൾ നമുക്ക് വന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നീ അള്ളാഹുവിനെ പരിഗണിക്കോ. ഞാൻ കുഴപ്പക്കാരനാണല്ലോ, എൻ്റെ അടുക്കൽ ഒരുപാട് തിന്മകൾ വന്നു പോയിട്ടുണ്ട്, മാപ്പ് തരാൻ പറ്റാത്ത രൂപത്തിൽ തിന്മകൾ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാകും മനുഷ്യനെന്ന്. പക്ഷേ അള്ളാഹു നമുക്ക് മാപ്പ് തരും. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ എന്താവേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ആരാണ് തന്റെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടുക, വഴിപിയച്ചവരല്ലാതെ. അതുകൊണ്ട് വിശ്വാസികളായി നമുക്ക് അതിൽ യാതൊരു നിരാശയും ഉണ്ടാവേണ്ടതില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ വിഷയത്തെ ഒന്നുകൂടി നിങ്ങൾ പ്രത്യേകമായി നമ്മൾ പഠിക്കുക. തൗബയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ടെങ്കിൽ നമുക്കതൊന്ന് പ്രത്യേകമായി തന്നെ വേറെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെ നമുക്ക് പറയാൻ ശ്രമിക്കാം. ഏതായാലും ആ വിഷയത്തെ ശ്രദ്ധിച്ചുകൊണ്ട് റമളാനിലെ സുദിനങ്ങളെ തൗബയിലും ഇസ്തിഗ്ഫാറിലുമായി കഴിച്ചുകൂട്ടി ഈ റമളാൻ നമുക്ക് കിട്ടി എന്ന് പറയാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവസാനിപ്പിക്കുവാൻ ഈ അവസാനത്തെ 10 നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സ്വയം ബോധത്തോടു കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം നമുക്കതിൽ ആ വിഷയത്തിൽ ഒരു നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നടത്തട്ടോ. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അശ്രദ്ധ തോന്നിയാൽ പറയാ, അവസാനത്തെ 10 നമുക്കൊന്നിരിക്കണം, നമുക്കൊന്ന് ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നമ്മുടെ സുഹൃത്തിനോട് നമുക്കൊന്ന് പറയാം, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം. അത് ഒരാൾ പറയുമ്പോഴേക്കും അജിക്കൊരു റമളാനായപ്പോഴേക്കും ഇജിങ്ങനെ ട്രൗസർ കുപ്പായ മാറ്റിയൊക്കെ വന്നിക്കണ് എന്ന് പറഞ്ഞ് അവന്റെ മെക്കിട്ട് കയറേണ്ടതില്ല. ഞാൻ പറയാണ്, എൻ്റെ അടുക്കൽ ഒരു കുറവ് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള പെർമിഷൻ ഉണ്ട്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും പെർമിഷൻ കൊടുക്കുക. നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുവാനും നന്മ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മുടെ ഇണകൾക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം. ഇജ്ജ് മിണ്ടാതെ അവിടെ അടങ്ങിയിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒതുക്കി വിടലല്ല നന്മകൾ നമ്മോട് കൽപ്പിക്കുന്നവരോട് നമ്മൾ ചെയ്യേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ അമലുകൾ അതിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായി ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, സ്വയം ബോധ്യത്തോടുകൂടി. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയ ആ വർഷം ഹിജ്റ 2 റമളാനിൻ്റെ 17 ഏറ്റവും ചരിത്ര പ്രധാനമായ ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. അതിൻ്റെ ചരിത്രത്തിലേക്കോ കഥകളിലേക്കോ ഒന്നും ഓർമ്മപ്പെടുത്തുന്നില്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഗൗരവമായ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ബദറിൻ്റെ യുദ്ധഭൂമിയിലേക്ക് പ്രവാചകനും സംഘവും പോകുന്നത് വെറും 300 ചില്ലാനം ആളുകളുമായിട്ടാണ് കടന്നു പോകുന്നത്. ആ 300 ചില്ലാനം ആളുകളിൽ തന്നെ നല്ല ഒരു വാളുള്ള അതേപോലെ യുദ്ധസാമഗ്രികളുടെ എണ്ണം കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ ഒരു യുദ്ധം ആഗ്രഹിച്ചു പോയതല്ല. ഞാനത് ചരിത്രത്തിലേക്ക് കടക്കല്ല, യുദ്ധം ആഗ്രഹിച്ചു പോയതല്ല. അവർ മക്കയിൽ വിട്ടേച്ചു പോയ സമ്പത്തുക്കളെല്ലാം കൂടി മക്കക്കാർ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ അതുവഴി സിറിയയിലേക്ക് വലിയ കച്ചവടം നടത്താൻ പോവാണ്. അത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ അടക്കമുള്ള ജനത്തെയാണ് അവർ അതിന് ഉപയോഗപ്പെടുത്തിയത്. അത് അവരുടെ അവകാശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തടയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് യുദ്ധത്തിലേക്ക് മാറുന്നതും അവിടെ ആ യുദ്ധത്തിന്റെ പര്യവസാനത്തിൽ വിശ്വാസികൾക്ക് വിജയം ഉണ്ടാകുന്നത്. 1000-ഓളം വരുന്ന 1000 ചില്ലാനം ആളുകൾ ശത്രുപക്ഷത്തുണ്ടായിട്ടും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും 300 ചില്ലാനത്തിലധികം 300 ചില്ലാനം ആളുകൾ
300 ചില്ലാനം ആളുകളുടെ ഒരു ചെറിയ ദുർബലമായ സംഘത്തിന് അവരെ വിജയിക്കുവാൻ സാധ്യമായത് അവരുടെ വിശ്വാസമായിരുന്നു എന്നുള്ള വിശ്വാസമായിരുന്നു എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ഒരു ചരിത്രമാണിത്. ഞാൻ അതിലേക്ക് വിശദീകരിച്ച് പ്രവേശിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. കുറെ ആളുണ്ട് എന്നുള്ളത് കൊണ്ടോ ഏതെങ്കിലും ഭരണാധികാരികളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ടോ വിജയിക്കുകയില്ല എന്നുള്ളത് പകൽ പോലെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സൂറത്ത് ആൽ ഇംറാനിന്റെ 160 വാചകത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ജയിക്കാൻ ആർക്കും പറ്റൂല. എത്ര തന്നെ ഏതു രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഒരുമിച്ച് കൂടിയാലും ശരി, അള്ളാഹു നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കുവാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഇനി അള്ളാഹു കൈവടിഞ്ഞാലോ, അള്ളാഹു നമ്മളെ സഹായിക്കുകയില്ലെന്ന് തീരുമാനിച്ചാലോ, നിങ്ങൾ എന്ത് മീറ്റിംഗ് കൂടിയിട്ടും കാര്യമില്ല, നിങ്ങൾ ആരുടെ മുമ്പിൽ പോയി കാല് പിടിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര വലിയവന്റെ സഹായം നിങ്ങൾ തേടിയിട്ടും കാര്യമില്ല, നമ്മൾക്ക് അത് കഴിയില്ല, തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞു തരുന്നത് വിശ്വാസത്തിന് ശരിയാക്കാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥനകളും അർത്ഥനകളും നേർച്ച വഴിപാടുകളും നടത്തുന്നതാണ്. ബദറിന് എന്തിനാ നടന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ കാബയുടെ കില്ല പിടിച്ചിട്ട് അബൂജഹലിന്റെ പ്രാർത്ഥനയും അള്ളാഹുവെ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണമെന്നാണ്. അതേപോലെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. രണ്ടുപേരും ബദറിന്റെ യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടാൻ വേണ്ടി വരുമ്പോൾ അവരുടെ പ്രാർത്ഥന അള്ളാഹുവിനോടായിരുന്നു. പിന്നെ എന്തിനാ അവർ യുദ്ധം ചെയ്തെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനകളും അർത്ഥനകളും പാടുള്ളൂ, സഹായതേട്ടം പാടുള്ളൂ എന്നുള്ള യഥാർത്ഥമായ തൗഹീദായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മറ്റുള്ളത് എന്താ വെച്ചാൽ അള്ളാഹുവോടും ചോദിക്കും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, പിന്നെ അത് മുമ്പ് കഴിഞ്ഞു പോയ വദ്ദിനോടും യൗസിനോടും യൗക്കിനോടും ഒക്കെയുള്ള മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരുടെ മുമ്പിലേക്ക് പോകുന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ബദർ യുദ്ധം പോലും ബദരീങ്ങളെ ഉപയോഗപ്പെടുത്തി പോലും ഷിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന്. നമുക്കറിയാം, ഇന്ന് പല സ്ഥലത്തും പല പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ബദർ മൗലിദുകൾ നടക്കണം. നല്ല നോമ്പറ ഉണ്ടാവും, നല്ല ഭക്ഷണം ഉണ്ടാവും. പല ആൾക്കാർക്കും ആ ചോറിനോട് വലിയ താല്പര്യമാണ്, ആ ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ബോധ്യമുണ്ടായിട്ടും അറിഞ്ഞിട്ടും നമ്മൾ അതിന്റെ ഭാഗമാകുവാൻ വേണ്ടി വാപ്പ വല്യാപ്പമാരോടൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ അങ്ങനെയാണെന്നുള്ള വാദം പറഞ്ഞുകൊണ്ട് ഈ പണിയുമായി നടക്കുന്നവർ ഏറെ ശ്രദ്ധയോടുകൂടി ഗൗരവത്തിൽ നമ്മൾ വായിക്കണം. ബദർ മൗലൂദിലെ ഒരൊറ്റ വാചകം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിൽ പറയുന്ന ഇതിന്റെ ആശയം ഇപ്രകാരമാണ്: നഷ്ടം സംഭവിച്ചവനെ, ദുഃഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവനെ, ബദർ ശുഹദാക്കളെ രക്ഷിക്കൂ എന്ന് വിളിച്ചുകൊള്ളുക. പറയാണെന്ത്? ബദരീങ്ങളെ വിളിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് നടന്നു പോകുമ്പോൾ വെച്ചു കുത്തിയാൽ ചില സ്ത്രീകളുടെ നാവിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ബദരീങ്ങളെ കാക്കണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളിൽ ശുദ്ധം ചെയ്തത് അള്ളാഹിനോട് മാത്രം പറയാനായിരുന്നു. ഞാനൊരു സൂചന നൽകിയെന്ന് മാത്രം പ്രിയമുള്ളവർ ഓർമ്മപ്പെടുത്തുകയും ഈ റമദാനിന്റെ സുദിനങ്ങളെ ഗൗരവകരമായി നമ്മുടെ വിശ്വാസത്തെ ശരിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നാണ്. അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണം റഹ്മാനെ. പല ആളുകളും പള്ളികളിലേക്കൊക്കെ വരാനുള്ള വലിയ അതിയായ ആഗ്രഹത്തോടു കൂടിയുള്ള പല സഹോദരന്മാർക്കും നമ്മുടെ പല വല്യപ്പന്മാർക്കും പ്രയാസം കൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നാദാം. അവർക്കെല്ലാം മനസ്സിന് നീ സമാധാനം കൊടുക്കണം റഹ്മാനെ. അവരുടെ ആരോഗ്യം കൊടുക്കുകയും പള്ളികളിലേക്ക് വരാനുമുള്ള തൗഫീഖും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു വലിയ പരീക്ഷണത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണങ്ങളെ മുഴുവനും എളുപ്പത്തിലാക്കാൻ നിനക്ക് യാതൊരു പ്രയാസവുമില്ല.
ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.